ഹായ്, നമസ്കാരം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഒരു പോസ്റ്റർ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ ഓണത്തിൽ കണ്ടാൽ അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റർ. അതിൽ വിജയണ്ണ വരച്ചു വെച്ച് ഒരു ഭ്രാന്തൻ പരിപാടി അവിടെ ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുന്നതിനൊപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ഒരു പോസ്റ്റർ ഇന്ന് അവർ പുറത്തുവിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ അടിപൊളിയാണ്. നമുക്ക് 2, 3, 4 വട്ടമൊക്കെ നോക്കിക്കളയാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഏതോ ഒരു ട്രക്കിന്റെയോ ഏതോ ഒരു ബോക്സിന്റെയോ എന്തിന്റെയോ മുകളിൽ നിൽക്കുന്ന നമ്മുടെ തളപതി, പിന്നെ പുള്ളിക്കാരന്റെ പേര് കിട്ടുന്നില്ലടേ, കല്യാണ കച്ചേരി പുള്ളി, പിന്നെ പ്രശാന്ത്, പ്രഭുദേവ കുറച്ച് ഭയങ്കരമായ എക്സ്പ്രഷൻ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കയ്യിൽ ഏതൊക്കെയോ തോക്കുന്നുണ്ട്, AK-47 അടക്കമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിസ്റ്റളും ഉണ്ട്, അത് ഏതാണെന്നും അറിയില്ല. എനിവേ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാസ് ഫീൽ നമുക്കുണ്ട്. മുകളിൽ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, എന്നിട്ട് ഈ താഴ്ന്നുള്ള ആംഗിൾ ഒരു കിടിലൻ സാധനം, അങ്ങനെ തന്നെ പറയണം. ഇത് എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒഫീഷ്യലി വന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്റർ എന്ന് പറയാം. പിന്നെ എപ്പിക് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ, എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ എപ്പിക്, മനസ്സിലായില്ലേ? പിന്നെ ക്യൂബിന്റെ കുറച്ച് പരസ്യവും കാര്യങ്ങളൊക്കെയാണ്. എപ്പിക് ആ സംഭവം മനസ്സിലായല്ലോ, ക്യൂബ് 4K. അപ്പോൾ അതിന്റെ പരസ്യമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ എപ്പിക് എക്സ്പീരിയൻസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇൻ എപ്പിക് സ്ക്രീൻസ് ഫ്രം September 5th. ഇപ്പോ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറെ ആളുകൾ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ വീഡിയോന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ അവസാനം പടം വേറെ ലെവലായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ആ പ്രതീക്ഷ ഓഫ് കോഴ്സ് എനിക്കുണ്ട്. ആസ് എ വിജയ് ആരാധകൻ തീർച്ചയായിട്ടും ഉണ്ട്. അതല്ലാണ്ട് നമ്മളിത് മൊത്തത്തിൽ കുട്ടിയും കുറച്ചും കിഴിച്ചും ഒക്കെ നോക്കിയാലും ഇത് തരക്കേടില്ലാത്തൊരു സാധനമാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിജയണ്ണൻ പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ്. അതായത് വെങ്കട് പ്രഭുവിന്റെ കൂടെ ഇനിയും എനിക്ക് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ കൂട്ടി സിനിമ നിർത്തണം എന്ന് പറഞ്ഞ് തെറ്റായി പോയി എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. സോ ഈ റിഗ്രറ്റ്സ് ആ ഒരു പറഞ്ഞ വാക്കിനെ ആലോചിച്ചിട്ട്. സോ അത് അങ്ങനെ വെറുതെ ഒന്നും റിഗ്രറ്റ് ചെയ്യില്ല. കാരണം ഇതിൽ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. കാരണം ആ സിനിമയിൽ വലിയ പ്രതീക്ഷ ഉണ്ടാവും. അതല്ലാണ്ടും ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ള പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അതായത് വിജയൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തോ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ വെങ്കട് പ്രഭു. മാത്രമല്ല അതിൽ വലിയ പ്രതീക്ഷയും എനിക്ക് തോന്നുന്നുണ്ട്. എന്റെയും വെങ്കട് പ്രഭുവിന്റെയും സിനിമ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ അവൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഒരു കണ്ടന്റ് എന്താണ്, സ്റ്റോറി എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് ഞാൻ അതിൽ സ്ക്രീനിലോ അല്ലെങ്കിൽ ടോപ്പിലോ എവിടെയെങ്കിലും കൊടുക്കാം. സോ കാണാൻ ശ്രമിക്കുക. എനിവേ നല്ലൊരു പോസ്റ്റർ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോശമായിട്ടുള്ള വരച്ചു വെച്ച പോലെയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. സോ ഏതോ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്ന പരിപാടി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള കുറച്ച് ഫൈറ്റ് സീൻസും എപ്പിക് വിഷ്വൽസും ഇതിൽ കാണാൻ പറ്റുന്നതാണ് എനിക്ക് വിശ്വാസം. എന്റെ വിശ്വാസം അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് കമന്റിൽ രേഖപ്പെടുത്താം. എനിവേ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പോസ്റ്റർ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതുവരെ വന്ന പോസ്റ്ററിൽ എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് എ ഗ്രേറ്റ് ഗുഡ് അടിപൊളി പോസ്റ്റർ.